വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. റഫേലെ ആക്രമണ വിധി നിലനിൽക്കെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. അതേസമയം റഫേലെ ഒരു വീടിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 6 കുട്ടികളും മാതാവുമടക്കം 7 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ട ധീര മാധ്യമ പ്രവർത്തകർക്കുള്ള ആദരാഞ്ജലി പോലെ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ഗസയിലെ മാധ്യമപ്രവർത്തകർക്ക്. മരണഭയം ഒട്ടുമില്ലാതെ യുദ്ധമുഖത്തിൽ നിന്ന് ചിത്രങ്ങളും വാർത്തകളും ലോകത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായാണ് ഇതിനെ കാണുന്നത്. അമേരിക്കൻ ക്യാമ്പസുകളിലുടനീളം മാളിപ്പടർന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമരങ്ങൾ അമേരിക്കയ്ക്ക് പുറത്ത് യൂണിവേഴ്സിറ്റികളിലേക്കും വ്യാപിച്ചു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഐക്യദാർഢ്യ ക്യാമ്പുകൾ പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇതേ പോലീസ് നടപടികൾ കൊളംബിയ യൂണിവേഴ്സിറ്റികളിലും ഒക്ല യൂണിവേഴ്സിറ്റികളിലും തുടരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഭരണവിഭാഗമാണ് വിരുദ്ധ ചേരികളെ ഒഴിപ്പിക്കാൻ പോലീസിന്റെ സഹായം തേടിയത്. തൽഫലമായി നിരവധി വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏകദേശം 2200 ഫലസ്തീൻ അനുകൂല സമരക്കാർ US പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും US ക്യാമ്പസുകളിലുടനീളം ഫലസ്തീൻ അനുകൂല സമരം കത്തിപ്പടരുകയാണ്. അമേരിക്കയ്ക്ക് പുറത്ത് ഫ്രാൻസിലും ഫലസ്തീൻ അനുകൂല സമരം ശക്തി പ്രാപിക്കുന്നു. പാരീസിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി ഒത്തുചേർന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലും ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴങ്ങി. അമേരിക്കൻ ക്യാമ്പസുകളിലെ സമരജ്വാലകൾ ഞങ്ങൾക്ക് ഊർജം പകർന്നു എന്നാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മരിച്ചുപോയ ഫലസ്തീൻ കവിയും അക്കാഡമിക് വിദഗ്ധനുമായ അറഫത്ത് അൽ അരീരി UCL യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു. കെനിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കാണാതായവരിൽ 52 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഇനിയും ഒട്ടനവധി പേർ മണ്ണിനടിയിലോ മറ്റോ അപ്രത്യക്ഷമായി കിടക്കുകയാണ്.